വിഷമിച്ചിരിക്കുന്ന എന്താണ് വിഷമിച്ചിരിക്കണ ശരിക്കും വിഷമിച്ചല്ലോ ശരിക്ക് ലിറ്റിയുടെ അഭിനയല്ല ചുണ്ട് കാണിക്കാൻ നല്ല ഒറിജിനാണെന്ന് പറ്റുള്ളൂ ചിരിയാതിപ്പോ കണ്ണീന്ന് വെള്ളം പറ്റില്ലോ വിഷമായ എന്തിനാ വിഷമായ ഉപദേശിച്ചതിനാണോ നേരെ ഉപദേശാണ് ഉപദേശം ഫ്രീ അല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ തന്നോണ്ടിരിക്കണേ കണ്ടിട്ട വഴക്കായി കണ്ട കട്ടി ലിറ്റയുടെ കട്ടീന്ന് എന്നിട്ട് പറയാ വഴക്കിടുന്ന സിമ്പിൾ വേറെയാ ഇതായിരുന്നു ഷോർജിന്റെ അപ്പൊ ഇതായിരിക്കും വെച്ച് പറയും അപ്പൊ ഞാൻ ആക്കി അങ്ങനെയല്ല വേറെ ചിരിച്ചിട്ടായിരുന്നു ലിച്ചത് ഇങ്ങനെ എന്തോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്തിനാണ് മറന്നു അങ്ങനെയാണ് അല്ല അത് വേറെ അതാണ് വഴക്ക് അപ്പൊ ഇതെന്തായിരുന്നു അത് നീ ഇപ്പൊ ആക്കിയതാ അത് ചെരിഞ്ഞാണ് അങ്ങനെയാണ് ഈ കൈ ഉണ്ടുണ്ട് ആ കൈക്കിട്ട് രാത്ത ചെയ്യാൻ പറ്റിയ ഇതൊക്കെ എനിക്കനെ പറ്റിയ ഇത് ഡാൻസ് റോബോട്ട് ഡാൻസ് പോലെ ഡാൻസർ ആയതുകൊണ്ടേ കാണണ്ട ഞാനിവിടെ 2 വർഷം ഉണ്ട് പക്ഷെ ഇത് ചെറിയ തട്ടുകടയിൽ കേറിട്ടില്ല കണ്ടിട്ടില്ല ആൾക്കാർ കേറുന്നുണ്ടോ എന്ന് വരെ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ പഴയ സെറ്റപ്പ് പണ്ടത്തെ സീലിംഗ് കാര്യങ്ങളൊക്കെ പണ്ടത്തെ സെറ്റപ്പ് സർവ ഒരു സ്നേഹമില്ലാത്ത ഹസ്ബൻഡ് നീ നിന്റെലേക്ക് ഇടുന്നു വിചാരിച്ചില്ലേ സ്നേഹമുള്ള ഹസ്ബൻഡ് അങ്ങനെയാണ് സ്നേഹമുള്ള എനിക്ക് കാജൊക്കെ ഇട സ്മെല്ലല്ല മതി ഇനി പാവൻ്റെ എച്ചു കൊതിയന എച്ചു ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു ഞാൻ റൈസ് മരാക്കിട്ടോട്ടാ ചോറൊക്കെ ചൂടാ നല്ല ചൂടല്ല തൈര് റൈസ് ഉണ്ട് റൈസ് അയച്ചില്ലേ ഞാൻ അതിൽ കാജു വെച്ച വീഡിയോ ആണോ അബേദ സാലഡ് നല്ലതോ ഗുഡ് യെസ് പക്ഷെ ചിക്കൻ തൊടാൻ പറ്റണല്ലോ കോമഡിയിലെ എങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് നല്ലതാണ് സിറ്റി ഫാമിലി MG റോഡിലുള്ളതാണ് പക്ഷെ അതിലൊരു ഇവിടുത്തെ സർവീസ് ആള് സൂപ്പറാണ് അതുകൊണ്ട് ചീത്ത പറയാറുണ്ട് അധികം ചീത്ത പറഞ്ഞാണ് നമ്മൾ നടന്നിട്ട് പറയാം നെയ്റോസ്റ്റിന് 110 ഉള്ളു ഗീ റൈസിന് 110 അപ്പോൾ ആള് സ്പെഷ്യലാക്കിയിട്ട് 160 50 രൂപ ഒറ്റയടിക്ക് കയറ്റി പിന്നെ അയാൾ നല്ല മാന്യമായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു ആകെ ടിപ്പ് പോയിട്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയാനാ എന്തായാലേ കോമഡി അത് നല്ലൊരു അടിപൊളി കണ്ടിട്ടുണ്ട് അത് ഞാൻ ചെയ്യും ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചോട്ടാ ഞാൻ കുറച്ചും ചെയ്യില്ലെന്ന് എനിക്ക് തോന്നണ്ട ഞാൻ പിന്നെ പാവങ്ങൾക്ക് കച്ചവടമില്ല ഒന്നാമത് ആടി 50 രൂപ ലൈക്ക് ഞാൻ 2 വർഷമായിട്ട് കാണുന്നത് ഇവിടെ ആരും കാണാറില്ല
അടിണ്ടാക്കും, ഞാൻ അടിണ്ടാക്കും. നോർമലാണ്. അത് പറയണായിരുന്നു കാശ് കൂടും. ഞാൻ ആള് സ്പെഷ്യലായിട്ട് അടിക്കാന്ന് ഉദ്ദേശിച്ചിട്ട് ആള് കുറച്ചുകൂടി കെയർ ഇട്ട് അടിക്കാന്ന് ഉദ്ദേശിച്ചു. പക്ഷെ ഫുഡ് ഡ്രസ് ഉണ്ടായ പിന്നെ അയാളെ സർവീസ് മാൻ നല്ലതുകൊണ്ട് മാത്രമാണ് ഞാൻ ആള് മാക്സിമം ബിസിനസ് പിടിക്കാൻ വേണ്ടി മാക്സിമം സംസാരിക്കുക. ഇത് എൻ്റെ ഫോണോ? അപ്പോൾ ടാറ്റ ബൈ ബൈ സീ യു.